നമസ്കാരം. തൃശ്ശൂരിൻ്റെ MP ആകുന്നതിന് വേണ്ടിയിട്ട് സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ വളരെ വലുതായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ 5 വർഷക്കാലത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കുകയും അവരത് വോട്ടാക്കി മാറ്റി രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിയായ സുരേഷ് ഗോപിക്ക് നൽകുകയും ചെയ്തു. 75,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി സുരേഷ് ഗോപിയെ തൃശ്ശൂരുകാർ ലോക്സഭയിലേക്ക് പറഞ്ഞയച്ചപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് ജനങ്ങൾക്കുണ്ടായിരുന്നത്. പക്ഷേ പലപ്പോഴും പ്രവർത്തന മേഖലയിലേക്ക് കടന്നപ്പോഴൊക്കെ സുരേഷ് ഗോപിക്ക് താളം തെറ്റുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ട്. പലതരത്തിലുള്ള വാർത്തകളും ട്രോളുകളുമൊക്കെ നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ വരുന്നുണ്ട് എങ്കിലും അതെല്ലാം നമ്മൾ വിശ്വസിക്കാൻ തയ്യാറല്ല. പക്ഷേ ചിലത് വിശ്വസിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. സുരേഷ് ഗോപി ജനങ്ങളോട് കുറച്ചുകൂടി അടുത്ത് ഇടപഴകേണ്ടതുണ്ട്. മാത്രമല്ല, അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് അവരുടെ പരാതികൾ, അവരുടെ പരിഭവങ്ങൾ, പരിവേദനങ്ങളൊക്കെ കേൾക്കേണ്ടതുണ്ട്. അതിൻ്റെ ബാധ്യത താങ്കൾക്കാണ്. താങ്കൾ തൃശ്ശൂർ എന്ന് പറയപ്പെടുന്ന ലോക്സഭാ മണ്ഡലത്തിൻ്റെ MP ആണ്. അവരുടെ എല്ലാവരുടെയും പ്രതീക്ഷ, അതായത് ഏകദേശം 7ഓളം വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിലെ ജനങ്ങളുടെ ഏക പ്രതീക്ഷ സുരേഷ് ഗോപിയിലാണ്. അങ്ങനെ വരുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി കൊടുക്കുവാനുള്ള ബാധ്യത കൂടി താങ്കൾക്കുണ്ട്. ഒരു സിനിമയിലെ 2.5 മണിക്കൂർ കൊണ്ട് പണക്കാരൻ പാവപ്പെട്ടവനാകുന്നതും പാവപ്പെട്ടവൻ വലിയ പണക്കാരനാകുന്നതും അടക്കമുള്ള കാര്യങ്ങൾ സിനിമയിൽ 2.5 മണിക്കൂർ കൊണ്ട് നടന്നേക്കാം. എന്നാൽ ഒരു നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളെന്ന് പറയപ്പെടുന്ന അങ്ങനെ 2.5 മണിക്കൂറിലെ സിനിമാ സ്റ്റൈലിൽ തീരുന്നതല്ല എന്ന് ഇപ്പോൾ സുരേഷ് ഗോപിക്ക് ബോധ്യമാകുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയുള്ള 5 വർഷക്കാലം താങ്കൾ ഈ ജനങ്ങളുടെ ഇടയിലാണ് പ്രവർത്തിക്കേണ്ടത്. ഇനി വരുന്ന 5 വർഷക്കാലം അവരുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയാണ് വേണ്ടത്. അവരുടെ പ്രശ്നങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുകയാണ് വേണ്ടത്. അവിടെ നിങ്ങളുടെ ഈ ധാർഷ്ട്യമോ അല്ലെങ്കിൽ ജനങ്ങളോട് കാണിക്കുന്ന അകലമോ അല്ലെങ്കിൽ ദേഷ്യമോ ഇത് പാടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. താങ്കൾ നല്ല ഒരു വ്യക്തിയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. താങ്കൾ വളരെ അനുഭവജ്ഞാനമുള്ള ഒരാൾ തന്നെയാണ്, അതും ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ജനങ്ങളോട് ഇടപഴകുമ്പോൾ അവരുടെ കൈതട്ടി മാറ്റി മുന്നോട്ട് പോകുന്ന, അവരെ കാർക്കശ്യത്തോടുകൂടി മാറ്റി നിർത്തുന്ന, അവരെ ഒരു പരിധിയിലപ്പുറം മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന, ഈ പറയുന്ന പോലെ അവരുടെ പ്രശ്നങ്ങൾ, അവർ കൊണ്ടുവരുന്ന വ്യവഹാരങ്ങൾ, അവരുടെ പരാതികളൊന്നും സ്വീകരിക്കാതെ ഇതൊക്കെ ജില്ലാ സെക്രട്ടറിയുടെ കയ്യിൽ കൊടുക്കൂ അല്ലെങ്കിൽ ജില്ലാ പ്രസിഡൻ്റെ കയ്യിൽ കൊടുക്കൂ എന്ന് പറയപ്പെടുന്ന താങ്കളുടെ വാദവും ഈ പറഞ്ഞ പിണറായി വിജയൻ നടത്തിയ നവകേരള സദസ്സിലെ രീതിയും തമ്മിൽ എന്ത് വ്യത്യാസമാണോ ഉള്ളതെന്ന് ചോദിക്കേണ്ടത്. നവകേരള സദസ്സിൽ ഇങ്ങനെ 20 മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു ബസ്സിൽ സുഖലോലുപരായി അങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ കടന്നു വന്നപ്പോൾ ഒരാളുടെ പരാതി സ്വീകരിക്കുവാനുള്ള മനസ്സ് കാണിച്ചു. അവരെന്താ ചെയ്തത്? അവർ ചെയ്തത് മറ്റുള്ള ഉദ്യോഗസ്ഥർക്കുള്ള ഒരു എല്ലാ തരങ്ങളിലെ യോഗസ്ഥലങ്ങളിലും അത്തരത്തിലൊരു ഡെസ്ക് ഉണ്ടാക്കി അവിടേക്ക് പറഞ്ഞയക്കുന്നു. അവിടെ കൊടുക്കുക പരാതികളെല്ലാം. മന്ത്രിമാരോട് നേരിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, അവർ നേരിട്ട് വാങ്ങിക്കുകയുമില്ല. അപ്പോൾ അത്തരത്തിലുള്ള രീതി ജനങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ അതിനുള്ള വളരെ കൃത്യമായ മറുപടി ആ തെരഞ്ഞെടുപ്പ് കാലത്ത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകുകയും ചെയ്തു. വളരെ കൃത്യമായി തുന്നം പാടിപ്പോയി CPM. അത് മനസ്സിലാക്കുക. അതുകൊണ്ട് സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം MP ആകുന്നു, സഹമന്ത്രിയാകുന്നു. ഇതൊക്കെ ലഭിക്കുമ്പോൾ ഇതൊക്കെ തൻ്റെ കഴിവ് കൊണ്ട് ലഭിച്ചതാണ് എന്നുള്ള താങ്കളുടെ ഒരു തരത്തിലുള്ള ചിന്താഗതിയും അത്തരത്തിലുള്ള പെരുമാറ്റവും ജനങ്ങളിൽ നിന്ന് താങ്കളെ അകറ്റും എന്ന് പറയട്ടെ. അതുകൊണ്ട് ജനങ്ങളോടൊപ്പം സഞ്ചരിക്കുവാനുള്ള 5 വർഷക്കാലമുണ്ട്. ആ 5 വർഷക്കാലം താങ്കൾ മറന്നു പോകരുത്. അത്രയും കാലം ഈ ജനങ്ങളോടൊപ്പം നടക്കേണ്ട ആളാണ്, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ആളാണ്. അതുകൊണ്ട് അവരെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ താങ്കൾക്ക് ഒരിക്കലും മുന്നിലെത്താൻ കഴിയില്ല എന്നുകൂടിയുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഇത് ഞാൻ പറയാൻ കാരണം, അങ്ങനെ താങ്കൾ ജനങ്ങളിൽ നിന്ന് അകലുകയാണെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ ആ ജനങ്ങൾ താങ്കൾക്ക് ഇപ്പോൾ തന്ന 75,000 എന്ന് പറയപ്പെടുന്ന ഭൂരിപക്ഷത്തിനെ ആ 75,000-ലധികം അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടിയിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം കുറവിൽ പരാജയപ്പെടേണ്ടി വരും എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. ഇനി ഞാൻ പറയാൻ പോകുന്നത് സുരേഷ് ഗോപിയുടെ കഷ്ടകാലമാണോ ഇതിലൂടെ ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. അത് തുടങ്ങുന്നുണ്ടോ വീണ്ടും എന്നുള്ളതാണ്. കാരണം MP-യും മന്ത്രിയും രാഷ്ട്രീയക്കാരനുമൊക്കെ ആയിത്തീർന്ന സുരേഷ് ഗോപി വീണ്ടും കുരുക്കിലേക്കാണോ പോകുന്നത് എന്നൊരു സംശയം ഉണ്ടാകുന്നത്. അത് ഈ വാഹന രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ഈ പുതുച്ചേരി വാഹന രജിസ്ട്രേഷൻ കേസിൽ നടനും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള സുരേഷ് ഗോപി അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. എറണാകുളം മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നു. മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നുള്ള ആവശ്യപ്പെടലുണ്ടാകുന്നു. കേസിൽ നിന്നും തന്നെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപി നേരത്തെ തന്നെ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുന്നു. എന്നാൽ ആവശ്യം കോടതി തള്ളിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അപ്പീൽ ഹർജിയുമായിട്ട് നിലവിൽ ഹൈക്കോടതിയെ തന്നെ വീണ്ടും സമീപിച്ചിരിക്കുന്നത്. നികുതി വെട്ടിച്ചെന്ന കേസിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഹൈക്കോടതിയിൽ റിവിഷൻ പെറ്റീഷൻ നൽകുന്നു. വിടുതൽ ഹർജി തള്ളിയ പ്രത്യേക കോടതി ഉത്തരവിനെതിരെയാണ് സുരേഷ് ഗോപി ഹൈക്കോടതിയെ സമീപിച്ചത്.
കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്ത് സുരേഷ് ഗോപി നികുതി വെട്ടിച്ചു എന്നാണ് കേസ്. 2010 ജനുവരി 27-നാണ് PY01BA 999 എന്ന നമ്പറുള്ള ഔഡി കാർ പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തത്. വാഹനം രജിസ്റ്റർ ചെയ്ത പുതുച്ചേരിയിലെ വിലാസവും വ്യാജമാണ് എന്ന് നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. സുരേഷ് ഗോപിക്കെതിരെ ക്രൈംബ്രാഞ്ച് അത്തരത്തിലൊരു കുറ്റപത്രം നൽകുകയും ചെയ്തു. നികുതി വെട്ടിക്കുന്നതിനായിട്ട് വ്യാജ താമസരേഖകൾ നിർമ്മിച്ചുവെന്നും മൊഴികളെല്ലാം സുരേഷ് ഗോപിക്ക് എതിരാണെന്നും തിരുവനന്തപുരം CJM കോടതി നൽകിയ കുറ്റപത്രത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. സുരേഷ് ഗോപി താമസിച്ചു എന്ന് പറയപ്പെടുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉടമകൾ ഇതുവരെ അദ്ദേഹത്തെ നേരിൽ കണ്ടിട്ടില്ലെന്ന് മൊഴി നൽകുകയും ചെയ്തു. അപ്പാർട്ട്മെൻറ്റിലെ അസോസിയേഷൻ ഭാരവാഹിയും ഇതേ കാര്യം തന്നെയാണ് അന്വേഷണ സംഘത്തോട് പറയുകയും ചെയ്തത്. അതാണ് മൊഴികൾ. അങ്ങനെ രേഖകൾ സാക്ഷ്യപ്പെടുത്തിയ നോട്ടറി അഭിഭാഷകൻ തൻ്റെ വ്യാജ ഒപ്പും സീലുമാണ് ഉപയോഗിച്ചത് എന്നുകൂടി മൊഴി നൽകുന്നു. 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റം ചുമത്തിയാണ് സുരേഷ് ഗോപിക്കെതിരെ കുറ്റപത്രം നൽകിയിരിക്കുന്നത് പോലും. കേസുമായി അങ്ങേയറ്റം വരെ പോകുമെന്നും പോരാട്ടം തന്നെയാണ് ഇത് എന്നുമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. നികുതി വെട്ടിപ്പിനുള്ള ശ്രമം നടന്നിട്ടില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണോ എന്ന ചോദ്യത്തിന് താൻ അതുപോലും പറയാൻ പാടില്ല എന്നും കോടതി പറയുമെന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്നാൽ ഉത്തരവാദിത്തമുള്ള പൗരൻ എന്ന നിലയ്ക്ക് ഒന്നും പറയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 3,60,300 രൂപ വെട്ടിച്ചെന്ന ആരോപണം തെറ്റാണ് എന്നും പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്ത വാഹനത്തിന് കേരളത്തിൽ നികുതി അടയ്ക്കേണ്ടതില്ല എന്നും ഹർജിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. കേരളത്തിൽ വിലാസമുള്ളതിനാൽ ഇവിടെ നികുതി അടയ്ക്കണമെന്ന പ്രോസിക്യൂഷൻ വാദം നിയമത്തിന് എതിരാണ് എന്നും മേൽവിലാസമല്ല വാഹനത്തിൻ്റെ ഉപയോഗമാണ് നികുതി നിശ്ചയിക്കുന്നത് എന്നും വഞ്ചനാക്കുറ്റം നിലനിൽക്കുന്നില്ല എന്നുമൊക്കെ ഹർജിയിൽ വ്യക്തമാക്കി പറയുകയും ചെയ്യുന്നുണ്ട്. പുതുച്ചേരി വാഹന രജിസ്ട്രേഷൻ കേസ് റദ്ദാക്കാനാവില്ല എന്നായിരുന്നു എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി. വ്യാജവിലാസത്തിൽ ആഡംബരക്കാർ രജിസ്റ്റർ ചെയ്ത് കേരളത്തിൽ അടയ്ക്കേണ്ട ലക്ഷങ്ങളുടെ നികുതി വെട്ടിച്ചു എന്നുള്ള കേസ്. ഇതേ തുടർന്ന് 30 ലക്ഷം രൂപയുടെ നികുതി നഷ്ടം ഉണ്ടായി എന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ കണ്ടെത്തൽ പോലും. നികുതി വെട്ടിന് പുറമെ വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ കുറ്റങ്ങൾ കൂടി സുരേഷ് ഗോപിക്കെതിരെ ചുമത്തുകയും ചെയ്തു. 2010, 2016 വർഷങ്ങളിലായിട്ട് 2 ആഡംബര കാറുകളാണ് പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തത്. കേസിൻ്റെ വിചാരണ നടപടികൾ 28-ന് തുടങ്ങുകയും ചെയ്യും. അതാണ് സുരേഷ് ഗോപി ഇപ്പോൾ ഹൈക്കോടതിയിൽ അഭയം തേടിയിരിക്കുന്നത് എന്ന് പറയാം. 7 വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന കുറ്റം, അതിലൂടെ മന്ത്രി അകത്താകുമോ എന്നുള്ള സംശയം, ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തപ്പെടുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ കഷ്ടകാലം എന്ന് പറയപ്പെടുന്നത് ഞാൻ ആദ്യം ഈ വാർത്തയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ വീഡിയോയിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരു കാര്യം, സുരേഷ് ഗോപി അകലം പാലിക്കുന്നത് ജനങ്ങളോടാണെങ്കിൽ താങ്കൾ കടി തന്നെ കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പകരം നിങ്ങൾ ഈ വോട്ട് നേടാൻ വേണ്ടി കാണിച്ചത് അഭിനയമാണെങ്കിൽ അത് താങ്കളുടെ 5 വർഷം കഴിയുമ്പോൾ അത് തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പകരം ഈ അഭിനയമൊക്കെ മാറ്റിവെക്കൂ. പകരം സുരേഷ് ഗോപി എന്നുള്ള വ്യക്തിയായി നിങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലും. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. അതിനുവേണ്ടിയിട്ടാണ് താങ്കളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അല്ലാതെ അവിടുത്തെ ജില്ലാ സെക്രട്ടറി അല്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമായിരുന്നുവെങ്കിൽ സുരേഷ് ഗോപി എന്ന് പറയപ്പെടുന്ന MP-യെ തിരഞ്ഞെടുക്കേണ്ട ആവശ്യം തൃശ്ശൂരുകാർക്കില്ലായിരുന്നു. പകരം നിങ്ങളുടെ BJP-യുടെ ജില്ലാ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്ത് കാര്യങ്ങൾ പരിഹരിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ നടക്കുന്നൊരു കാര്യമല്ലല്ലോ മിസ്റ്റർ സുരേഷ് ഗോപി. അതുകൊണ്ട് സുരേഷ് ഗോപി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ശ്രമിക്കുക, അവരുടെ പരാതികൾ സ്വീകരിക്കുവാൻ ശ്രമിക്കുക. ആ പരാതികൾ സ്വീകരിച്ച് തക്ക സമയത്ത് നടപടികൾ എടുത്ത് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടി ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. തൃശ്ശൂരിലെ ജനങ്ങൾക്ക് നിങ്ങളെ വിജയിപ്പിച്ചിങ്ങനെ കയറ്റങ്ങളിലേക്ക് കയറ്റാൻ അറിയാമെങ്കിൽ അതേപോലെ നിലത്തിടാനും അവർക്കറിയാമെന്ന് മറന്നു പോകരുത്.